ബില്ലുകളിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചു സുപ്രീം കോടതി. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം എന്താണെന്ന് സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത്, ഗവർണർമാർ ബില്ലുകൾ 3 മാസത്തിലധികം പിടിച്ചു വെക്കരുതെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതിനെതിരെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഗവർണറുടെ ഭരണഘടനാപരമായ അവകാശത്തിൽ കോടതി പരിധി വിടുന്നുവെന്നും ഗവർണർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ 2 വാർത്തകൾ ബി ബാലഗോപാലും AK സ്റ്റെഫിനുമാണ് വിവരങ്ങൾ നൽകുക. ബാലു, വളരെ നിർണായകമായ ഒരു ഉത്തരവായിരുന്നു ജസ്റ്റിസ് പാർഡിവാലയുടെ ബെഞ്ചിൻ്റേത്. ഈ ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് ആർട്ടിക്കിൾ 200 സംബന്ധിച്ച് അതിൽ ഇപ്പോൾ രാഷ്ട്രപതിക്കും, അതായത് ഒരു ബില്ല് ഗവർണർക്ക് അയച്ചാൽ ഗവർണർ അതിന്മേൽ പരമാവധി 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അത് കഴിഞ്ഞത് രാഷ്ട്രപതിക്ക് അയക്കാനുള്ള തീരുമാനമാണെങ്കിൽ രാഷ്ട്രപതിയും ഇക്കാര്യത്തിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണം എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവായിരുന്നു ജസ്റ്റിസ് JB പാർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തെക്കുറിച്ചാണ് ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ 201-ാം അനുച്ഛേദത്തിൽ രാഷ്ട്രപതിയുടെ അധികാരം സംബന്ധിച്ച് പറയുന്ന കാര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി ഈ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് ജസ്റ്റിസ് JB പാർഡിവാലയും ജസ്റ്റിസ് R മഹാദേവനും അടങ്ങുന്ന ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഈ അനന്തമായ കാലം ബില്ലുകൾ പിടിച്ചുവയ്ക്കാൻ രാഷ്ട്രപതിക്കും അധികാരമില്ല എന്നാണ് കോടതി പറയുന്നത്. 3 മാസത്തിലധികം സമയം ഈ ബില്ലുകൾ പിടിച്ചുവയ്ക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് അതത് സംസ്ഥാന സർക്കാരുകൾക്ക്, അതായത് ഏത് നിയമസഭയാണോ ആ ബില്ല് പാസ്സാക്കിയത് ആ സർക്കാരിന് അത് സംബന്ധിച്ചുള്ള വിശദീകരണം രാഷ്ട്രപതിയുടെ ഓഫീസ് നൽകണമെന്നാണ് ഈ സുപ്രധാനമായ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാത്ത പക്ഷം സംസ്ഥാന സർക്കാരുകൾക്ക് രാഷ്ട്രപതിയുടെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളെ സമീപിക്കാമെന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഭരണഘടനാ അതോറിറ്റിയുടെ വീഴ്ച അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ ഒരു ഭരണഘടനാ അതോറിറ്റിക്ക് കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാമെന്ന സുപ്രധാനമായ ഉത്തരവാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരിക്കും ബാലഗോപാൽ? ഒന്ന്, ഇപ്പോൾ തമിഴ്നാട് നിയമസഭ പാസാക്കിയ 10 ബില്ലുകൾ, രാഷ്ട്രപതിയുടെ പരിഗണനയിലുള്ള 10 ബില്ലുകൾ സുപ്രീം കോടതി സവിശേഷാധികാരം ഉപയോഗിച്ച് 142 ഉപയോഗിച്ച് നിയമമായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെയും ബില്ലുകൾ ഇതുപോലെ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്. കേരളവും ഇതുമായി ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതിയിൽ നടത്തുന്നുണ്ട്. ഇവയൊക്കെ ഈ പറഞ്ഞ കാലപരിധി പിന്നിട്ടതുകൊണ്ട് സ്വാഭാവികമായും തമിഴ്നാടിന്റെ കേസിലേതുപോലെ നിയമമായി മാറാൻ പോവുകയാണ് എന്നാണോ? ഈ നിയമമായി മാറുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വൈവ്യക്തതയുണ്ട്. കാരണം ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് 415 പേജുള്ള ദൈർഘ്യമുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഈ രാഷ്ട്രപതിക്ക് അയച്ച നടപടി തെറ്റായതിനാൽ സബ്സിക്വൻ്റായ എല്ലാ ആക്ഷനുകളും ആ ബില്ലുകളുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന എല്ലാ നടപടികളും റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ വിഷയം വരികയാണെങ്കിൽ കേരളത്തിൻ്റെത് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ കോടതി എടുക്കുന്ന നിലപാട്, കാരണം ഏത് ബെഞ്ചാണ് ആ കേസ് പരിഗണിക്കുന്നത്, ആ ബെഞ്ച് എടുക്കുന്ന നിലപാടൊക്കെ വളരെ നിർണായകമാണ്. പക്ഷേ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ വിധി പ്രസ്താവം വന്നതിന് തൊട്ടു പിന്നാലെ ഈ കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പല കൂടിയാലോചനകളും നടത്തുന്നുണ്ട്. കാരണം ഇതൊരു സെപ്പറേഷൻ ഓഫ് പവറിൻ്റെ ലംഘനമാണ് ഈ വിധി എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തൽ സർക്കാരിൻ്റെ പല തട്ടുകളിലുണ്ട്. കാരണം കോടതിക്ക് ഇങ്ങനെ രാഷ്ട്രപതിയോടും ഗവർണർമാരോടും ഇങ്ങനെ സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കാനാകില്ല എന്നാണ് പൊതുവെ സർക്കാരും മറ്റും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഒന്നുകിൽ പുനഃപരിശോധനാ ഹർജിയോ അതല്ല എങ്കിൽ കേരളത്തിൻ്റെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇത് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിടണമെന്നോ ഒക്കെ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതൊരു വലിയ ഭരണഘടനാപരം ഇപ്പോൾ ഒരു ഭാഗത്ത് സുപ്രീം കോടതി ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്ക് കൂടി ഒരു സമയപരിധി നിശ്ചയിക്കുകയാണ്. ആ സമയത്താണ് കേരള ഗവർണറുടെ ഒരു വിമർശനം വരുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഇല്ല, അല്ലെങ്കിൽ അതിന്റെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കണമെന്നാണോ, പാർലമെന്റിനാണോ അധികാരം? എന്താണ് ആർലേക്കറിന്റെ വിമർശനം? ആര്യ, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അധികാരമേറ്റതിന് ശേഷം ഒരു സമവായത്തിന് സമീപനമാണ് സർക്കാരുമായി പുലർത്തി വന്നിരുന്നത്. പക്ഷേ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ ഏത് വിഷയത്തിലാണോ തെറ്റിയത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ രാജേന്ദ്ര അർലേക്കറും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല. സുപ്രീം കോടതിയെ കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും
ഇത്തരത്തിലുള്ള നീക്കം അത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും എല്ലാം ഭരണഘടനാപരമായ അവകാശത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി പരിധി വിടുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നത്. ഒരു പരസ്യ പ്രതികരണത്തിന് ഏതായാലും ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം മാധ്യമത്തിന് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 200 ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭേദഗതി വരുത്തണമെങ്കിൽ അത് പാർലമെന്റിലാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഗവർണറുടെ ഒരു നിലപാടായി മാത്രം ഇതിനെ കാണാനാകില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. കാരണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് കൂടി ആയിട്ട് വേണം ഇതിനെ കാണാൻ. ഒപ്പം സുപ്രീം കോടതിയുടെ ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ സുപ്രീം കോടതി അതിര് വിട്ട് ഗവർണറുടെ ഒരു ഭരണഘടനാപരമായ അധികാര പരിധിയിലേക്ക് എത്തുന്നു എന്നൊരു കടുത്ത വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത്. സ്റ്റെഫിനിലേക്ക് വരാം.